ഹലോ ഗായ്സ്, നമ്മളിത് വീട് വൃത്തിയാക്കുന്ന വീടല്ല, പോച്ചയൊക്കെ വൃത്തിയാക്കുന്ന ഇതാണ്. അതായത് കാട് കയറി കിടക്കുന്നതുകൊണ്ട് നമ്മൾ തന്നെ സ്വയമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പുറത്തുനിന്ന് ഒരാളെ വിളിക്കുകയും വേണ്ട, പൈസ ലാഭിക്കാം. പൈസ ലാഭിക്കുന്നതല്ല, ഇന്നത്തെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് അതിനുള്ള ഇതൊന്നും ഒക്കത്തില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യാമെന്ന് ശരിക്ക് പോച്ച പിടിച്ച് കിടപ്പുണ്ട്. പിന്നെ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാം എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഫോണൊന്നും പിടിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് കളയലും. ആദ്യമൊക്കെ ഞാൻ പോച്ച ഇറുത്ത് കളയായിരുന്നു, പക്ഷേ ഇത്രയും മഴ പെയ്തിട്ടും പോച്ച നല്ലതുപോലെ ആഴത്തിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് പിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല അധികമായിട്ട് നമുക്ക് ബലം കൊടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഞാൻ മമ്മട്ടി വെച്ച് തന്നെ അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു, പോച്ചെടുത്ത് കളയാൻ നോക്കി. പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ മരം വെട്ടിയിട്ടുകൊണ്ട് കുറേ കമ്പും ഇതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് കളയ്ക്കില്ലെന്നുണ്ടെങ്കിൽ ആ കമ്പും കൂടി ഇതാകുമ്പോഴത്തേക്കും നമുക്കതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും. എന്നിട്ട് നമ്മൾ പണ്ടുള്ള ഒരാൾ തൂമ്പ എടുത്ത് കളക്കി എന്നാണ്. പക്ഷെ നല്ല രീതിയിൽ കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഫോൺ ഒരു സ്ഥലത്ത് വെച്ചാണ് ഞാൻ ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് വിചാരിക്കുന്ന കണക്കൊന്നുമല്ല, ഏതൊരു ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പാടും ബുദ്ധിമുട്ടും ഉണ്ട്. നമുക്കൊന്നും പാടുപെടാതെ നമുക്കൊന്നും ചെയ്യാനൊന്നും ഒക്കത്തില്ല. അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്കുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണക്ക് നമ്മൾ തന്നെയാണ് നമ്മളെ പെരയിടം വൃത്തിയാക്കുമ്പോഴത്തേക്കും അത്രയും ക്ലിയറായിട്ട് നമുക്കിരിക്കും. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോൺ മറിഞ്ഞുപോയി വയ്ക്കുന്ന സ്ഥലത്ത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ബ്രദറിൻ്റെ മോൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇത്തിരി അങ്ങ് എടുക്ക്, അപ്പോൾ കളയ്ക്കുന്നതൊക്കെ ഒന്ന് എടുക്കാൻ പറഞ്ഞു. അവൻ കുറച്ചെടുത്തിട്ട് അവൻ്റെ കാര്യം നോക്കിപ്പോയി. പിന്നെ ഞാൻ തന്നെയാണ് കുറച്ച് കളച്ചിട്ട് കുറച്ച് വീഡിയോ എടുത്ത്, അപ്പം കുറച്ചെടുത്തപ്പോൾ ഇത്രയും ഫൈനലി നമ്മളവിടെ അങ്ങ് വൃത്തിയായി. ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാട് പിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഇതാണ്. ഇനിയിപ്പം ഈ കുറച്ചും കൂടെ നമുക്കുള്ളൂ. അതിനിപ്പം നാളെ വൃത്തിയാക്കാനുണ്ട്. എന്നിപ്പോൾ ഒരുപാട് സമയമൊക്കെ ലേറ്റായാണ് ഞാൻ നാളെ വൃത്തിയാക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ